ആ സമ്മേളനത്തിൽ വെച്ച് പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ചും ആ സമരത്തിൽ വി എസിലെ പങ്കിനെക്കുറിച്ചും സംശയത്തോടുകൂടിയും ഇകഴ്ത്തൽ നടത്തിയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു സഖാവ്. അതിനുശേഷമുള്ള ചർച്ചയിൽ ആകെ വി എസിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള രൂക്ഷമായ ചർച്ചകളായിരുന്നു. അതുകൊണ്ടാണ് സഖാവ് അവിടുന്ന് ആ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ കാരണം. ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണോ ഇത് കാണിക്കുന്നത്? അതായത് വി എസിനെ അധിക്ഷേപിച്ചാൽ, ഔദ്യോഗിക വിഭാഗത്തിന് അനുകൂലമായി പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ സ്ഥാനം കയറ്റം കിട്ടും, ഭരണം വന്നാൽ മറ്റ് പദവികൾ കിട്ടും. അതിനായി എന്തും ചെയ്യുന്ന തരത്തിലേക്ക് യുവ നേതാക്കൾ അധപ്പതിച്ചോ? അതാണോ ഇന്നത്തെ പാർട്ടിയുടെ ലൈൻ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ വി എസിനെ അധിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രൊമോഷനൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് പുസ്തകം എഴുതാൻ പദ്ധതി ഇടുന്നുണ്ടോ വി എസിന്റെ? തീർച്ചയായിട്ടും. എപ്പോഴേക്കത് പ്രതീക്ഷിക്കാം ശ്രീ സുരേഷ്? അധികം താമസിയാതെ പ്രതീക്ഷിക്കാം. അതിൽ കുറെ കൂടി അങ്ങിപ്പോൾ വളരെ പൊതിഞ്ഞാണ് സംസാരിക്കുന്നത്. കുറച്ചുകൂടി വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? തുറന്നു പറച്ചിലുകൾ. തീർച്ചയായിട്ടും.